ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് കറിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പരിപ്പ് കറിയാണിത്. തേങ്ങ ഒന്നും ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുക്കുന്നത്. തൊലി കളഞ്ഞിട്ടുള്ള പരിപ്പാണ് എടുക്കുന്നത്. ഇതിനി നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു മണം വരുന്നത് വരെയാണ് വറുക്കേണ്ടത്. ഇതിപ്പം ഒരുപാട് കരിഞ്ഞു പോകാനോ കളറ് ചേഞ്ച് ആവാനോ പറ്റില്ല. നമ്മൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് വറുത്ത് കിട്ടിയാൽ മതി. അപ്പോൾ ദേ ഇപ്പം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകുക. തണുത്തതിന് ശേഷം വേണം വെള്ളം ഒഴിച്ച് കഴുകാൻ വേണ്ടി. ഇനി ഇത് നമ്മൾക്ക് വേവിക്കാൻ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. പച്ചമുളക് കീറിയതിടുക. ഞാനൊരു 3 എണ്ണം ഇടുന്നുണ്ട്. പിന്നെ കുഞ്ഞുള്ളി ഉണ്ടല്ലോ, ഒരു 4-5 എണ്ണം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇടുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, ഒരു 1/4 ടീസ്പൂണോളം മതി. ഉപ്പ് ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കാം. 1 സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്. ഇനി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒരു 3 വിസിൽ വയ്ക്കാം കുക്കറിൽ. ഇപ്പോൾ 3 വിസിലായിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ പയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. പക്ഷേ ഒന്നുകൂടെ നമ്മളൊന്ന് ഉടച്ചു കൊടുക്കണം. നല്ല രീതിയിൽ ഉടച്ചു കൊടുക്കുക. അതിനുശേഷം ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് നമ്മൾക്ക് എത്രയാണോ ഇത് വേണ്ടത്, കട്ടി വേണ്ടത്, അതിനനുസരിച്ച് എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നമുക്ക് ഇത് ഒരുപാട് ലൂസാക്കണ്ട, കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇതിലോട്ട് ഇനി കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ചുകൂടെ ഒന്ന് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് കറി റെഡിയായി. അത്രയേ ഉള്ളൂ. നമ്മളുടെ പരിപ്പ് കറി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. തേങ്ങ അരക്കലോ ഒന്നും ആവശ്യമില്ല. ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ തന്നെ ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറിയാണ് കിട്ടുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും നല്ല സദ്യയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള പരിപ്പ് കറിയാണ് കിട്ടുന്നത്. അപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ ബൈ.